പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ജൂലൈ മാസം 14 തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കുവിൻ. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട ചിന്തയ്ക്കായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് തക്ക സമയത്ത് ഉയർത്തുന്ന അല്ലെങ്കിൽ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ തക്ക സമയം അല്ലെങ്കിൽ റൈറ്റ് ടൈം എന്ന് പറയുന്നത് അതൊട്ടും മുമ്പേ ആയിരിക്കണമെന്നില്ല, ഒട്ടും താമസിച്ചായിരിക്കണമെന്നുമില്ല. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ തക്ക സമയം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന സമയമല്ല, അല്ലെങ്കിൽ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്ന സമയമല്ല. അത് ആഴമായി ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഉൽപ്പത്തി മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരികയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തത് എൻ്റെയും നിങ്ങളുടെയും കണക്കൂട്ടലുകൾക്ക് അപ്പുറത്താണ്. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിനെ കുറിച്ച് ആരംഭമായി ഒന്ന് ചിന്തിക്കാം. ലാസർ ധീരമായി കിടക്കുമ്പോൾ ഇതാ തൻ്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ 2 സഹോദരിമാർ യേശുവിൻ്റെ അടുക്കലേക്ക് ആളെ അയക്കുകയാണ്. ആ ഭാഗം ഒന്ന് വേഗത്തിൽ ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളെ അയച്ചു, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ധീരമായി കിടക്കുന്നു എന്ന് പറയിച്ചു. ആ സഹോദരിമാർ എന്ന് പറയുന്നത് മാർത്തയും മറിയുമാണ്. ഇതാ മാർത്തയും മറിയും ആളയച്ചിട്ട് പറയാണ്, നിനക്ക് പ്രിയനായവൻ ധീരമായി കിടക്കുകയാണ്. അവിടെ ഒരു പദം വ്യക്തമായി കൊടുത്തിരിക്കുന്നത് നിനക്ക് പ്രിയനായവൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പ്രിയനായവൻ ധീരമായി കിടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ, എന്നെ കേൾക്കുന്നവരെ, ലോകപരമായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ പ്രിയമായവർക്ക് ധീരമായാൽ നമ്മൾ വേഗത്തിൽ അവരുടെ അടുക്കലേക്ക് ഓടിയെത്തും. കാരണം സ്വന്തം മക്കൾക്കോ അല്ലെങ്കിൽ അപ്പനോ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒക്കെ എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ ഏറ്റവും പെട്ടെന്ന് ആ വ്യക്തിയുടെ അടുക്കൽ ചെല്ലുവാൻ നോക്കും. പക്ഷേ ഈ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ 4-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യവും നിങ്ങൾ ശ്രദ്ധിക്കണം. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വം എടുക്കേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. 5-ാമത്തെ വാക്യം. യേശു മാർത്തയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് ആളയച്ചപ്പോൾ യേശു കർത്താവ് മറുപടി പറയാണ്, ഈ ദീനം മരണത്തിനല്ല, ദൈവപുത്രൻ മഹത്വം എടുക്കേണ്ടതിനാണ്. എന്നിട്ട് അടുത്ത പദം പറയുകയാണ്, യേശു ആ 3 പേരെയും സ്നേഹിച്ചു. കർത്താവ് നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ആഗ്രഹിച്ച സമയങ്ങളിൽ വഴി തുറക്കുന്നില്ല, അല്ലെങ്കിൽ ചിലത് ഡിലേ ആകുന്നു എന്നൊക്കെ പറഞ്ഞ് നിരാശപ്പെടുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഭാഗം ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. നമ്മൾ പലതും പ്രാർത്ഥിച്ചിട്ട് ആഗ്രഹിച്ച സമയത്ത് നടക്കാതെ വരുമ്പോൾ
നമ്മൾ പിന്നോട്ട് പോവുകയും അല്ലെങ്കിൽ നിരാശ പറയുകയൊക്കെ ചെയ്തത് കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾ നോക്കേ, കർത്താവ് അവരെ അധികം സ്നേഹിച്ചു. എന്നിട്ട് വന്നവരോട്, അറിയിച്ചവരോട് പറയാണ്, ഇത് ദൈവ മഹത്വത്തിന് വേണ്ടിയുള്ളതാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 6-ാമത്തെ വാക്യം കൊണ്ട് നമ്മളൊന്ന് വായിക്കുകയാണ്. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം, ഈ പദം വർഷങ്ങളായി എന്നെ തൊട്ട പദമാണ്. പ്രിയനായവൻ ദീനമായെന്ന് മുമ്പേ കേട്ടിട്ടും കർത്താവ് 2 ദിവസം കൂടെ അവിടെ പാർത്തു. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, എന്താ കർത്താവെ അങ്ങിങ്ങനെ ചെയ്യുന്നത്? എൻ്റെ പ്രാർത്ഥനകളിൽ പലതും ലേറ്റായ സമയത്ത് ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ദൈവം എന്നെ കാണുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയട്ടെ, ചില വിഷയങ്ങൾ ഞാനും നിങ്ങളും ആഗ്രഹിച്ച സമയത്ത് വന്നില്ലേലും എൻ്റെ ദൈവത്തിന് അതിനെക്കുറിച്ച് വലിയ പദ്ധതിയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നതിനേക്കാൾ വലിപ്പത്തിൽ ദൈവത്തിൻ്റെ സമയത്തിലേക്ക് അത് തിരിയാൻ പോവുകയാണ്. ഇതാ 2 ദിവസം കൂടെ എൻ്റെ കർത്താവ് അവിടെ പാർക്കുമ്പോൾ നിങ്ങളും ഞാനും കാണാത്ത അസാധാരണമായ ഒരു മഹത്വം അതിനകത്ത് വെളിപ്പെടുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഈ ആളയച്ച് ലാസർ ധീരമായി കിടക്കുന്നു എന്ന് പറയുന്ന ആ സമയത്ത് തന്നെ യേശു കർത്താവ് അവിടെ ചെന്നാൽ അവൻ്റെ ധീരം സൗഖ്യമാകും എന്നുള്ള സത്യമാണ്. പക്ഷെ ആ വീട് കൊണ്ട് ദൈവ മഹത്വം അല്ലെങ്കിൽ ആ സാക്ഷ്യം ഒതുങ്ങും. എന്നാൽ 2 ദിവസം കൂടെ കഴിയുമ്പോൾ ഇതാ ലാസർ മരിച്ച് അവനെ കല്ലറയിൽ അടക്കി. ആ നിലയിൽ നിന്ന് ഇതാ 4-ാമത്തെ ദിവസം യഹൂദൻ്റെ വിശ്വാസം അനുസരിച്ച് 3-ാം ദിവസം വരെയും ആ മരിച്ചവൻ്റെ ആത്മാവ് ആ ദേശത്ത് ചുറ്റി നടക്കുമെന്നുള്ളതാണ്. എന്നാൽ 4-ാമത്തെ ദിവസം എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ യേശു കർത്താവ് ആ കല്ലറയുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. 2 സഹോദരിമാർ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന് പറയുന്ന പദം നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് ആഴം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം മാർത്ത പറയുന്ന പദം നിങ്ങൾ ശ്രദ്ധിക്കണം. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. കർത്താവിൻ്റെ അടുക്കലേക്ക് മാർത്ത വന്നിട്ട് പറയാണ്, അങ്ങിവിടെ വന്നായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. നമ്മുടെ പല വിഷയത്തിനകത്തും ഞാനും നിങ്ങളും ഇങ്ങനെ പറയുന്നു, ദൈവം ഒന്ന് പ്രവർത്തിച്ചായിരുന്നെങ്കിൽ, ദൈവം ആ വിഷയത്തിനകത്ത് ഇടപെട്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ലജ്ജിച്ചു പോകത്തില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ആ വിഷയത്തിനകത്ത് തലകുനിക്കേണ്ടി വരത്തില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ വിശ്വസിക്കണം, ഞാനും നിങ്ങളും ചിന്തിക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ കൃത്യസമയം അല്ലെങ്കിൽ തക്ക സമയം അത് വലിയ വലിപ്പമുള്ളതാണ്. നിങ്ങൾ എൻ്റെ കൂടെ ചേർന്ന് പറയാമോ, എൻ്റെ ദൈവത്തിൻ്റെ സമയത്തിനായി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ 32-ാമത്തെ വാക്യം കൂടെ, യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കുക, 2 സഹോദരിമാരും ഒരേപോലെയാണ് യേശുവിൻ്റെ അടുക്കൽ പറയുന്നത്, അങ്ങോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. നമ്മളും ഇതേപോലെയാണ് പറയുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ കൃത്യ സമയം എന്ന് പറയുന്നത് മരിച്ച് നാറ്റം വെച്ച് 4-ാമത്തെ ദിവസമാണ്. ഇതാ അവൻ്റെ മഹത്വത്തിന് വേണ്ടി ചില വിഷയങ്ങളെ അവൻ ഏറ്റെടുക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ആഴമുണ്ടെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഞാൻ ഇങ്ങനൊന്ന് വിളിച്ചു പറയുന്നു, പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. ദാനിയേലിന് വിരോധമായി രേഖ എഴുതിയിരിക്കുന്നു എന്നറിഞ്ഞിട്ട് ദാനിയേൽ പതുപോലെ മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതാ ദാനിയേലിനെ അവിടുത്തെ അധികാരമുള്ളവർ കൈകാലുകൾ കെട്ടി സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്ന ദാനിയേലിന് വേണ്ടി എൻ്റെ ചിന്തയാണ്, ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ വഴി തുറക്കണ്ടേ, അല്ലെങ്കിൽ ആ സിംഹക്കുഴിയിൽ വീഴുന്നതിന് മുമ്പേ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതല്ലേ? പക്ഷേ ദൈവത്തിൻ്റെ തക്ക സമയം എന്ന് പറയുന്നത് സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞ് ആ സിംഹക്കുഴിയിലേക്ക് വീഴുമ്പോൾ അവന് മുമ്പായി ചെന്ന് സിംഹത്തിൻ്റെ വായടയ്ക്കുന്നതാ ദൈവത്തിൻ്റെ തക്ക സമയം എന്ന് പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് തക്ക സമയം വഴി തുറക്കാൻ പോവുകയാണ്. ഇതാ ബെഥെസ്തയിൽ 38 വർഷമായി ഒരുത്തൻ സൗഖ്യത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്നു. അവൻ്റെ കഴിവും മുഖാന്തരം അവൻ പല പ്രാവശ്യം ആ കുളത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നു. പക്ഷെ അവന് മാത്രം സൗഖ്യം കിട്ടിയില്ല. വാസ്തവത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഇവനല്ലേ സൗഖ്യം പ്രാപിക്കേണ്ടത്. പക്ഷേ അവൻ 114 പ്രാവശ്യം ദൂതൻ വെള്ളം കലക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ അവന് മാത്രം സൗഖ്യം കിട്ടില്ല. അവൻ്റെ പ്രാർത്ഥന നിങ്ങൾ നോക്കണം. എനിക്ക് മുമ്പായി മറ്റൊരാൾ ഇറങ്ങി സൗഖ്യം കൊണ്ടുപോകുന്നു, എന്നെ സഹായിക്കാൻ മാത്രം ആരുമില്ല. ദൈവത്തിൻ്റെ തക്ക സമയം എന്ന് പറയുന്നത് വെയിറ്റ് ചെയ്യുന്ന നിനക്ക് വേണ്ടി ഇനി നീ കുളത്തിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല.
നീ ആ കിടക്കയും എടുത്ത് എഴുന്നേൽക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ഞാൻ ആരോടൊക്കെയോ പറയുന്നു തീർന്നു എന്നും അവസാനിച്ചു എന്നൊക്കെ പറയുന്നിടത്ത് ഇതാ ദൈവത്തിൻ്റെ തക്ക സമയം വെളിപ്പെടാൻ പോവുകയാണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ച്, ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത ദേശത്തിലേക്ക് ദൈവം വിളിച്ചു കൊണ്ടുപോവുകയാണ്. അവർ 3 ദിവസമായി ആരാധനയോടെ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം അവരെ ചെങ്കടലിന്റെ മുമ്പിലേക്ക് പാളയമിറക്കി. എന്ന് പറഞ്ഞാൽ അതിനു മുമ്പേ ഫെലിസ്ത്യരുടെ ദേശത്തുള്ള വഴി എളുപ്പമായിരുന്നു, പക്ഷെ ദൈവം അവരെ കൊണ്ടുപോയില്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പലതും എൻ്റെയും നിങ്ങളുടെയും നോട്ടത്തിൽ എളുപ്പമാണെങ്കിലും അതിലെ ദൈവം കൊണ്ടുപോകണമെന്നില്ല. കാരണം ദൈവത്തിൻ്റെ തക്ക സമയം, ദൈവത്തിൻ്റെ മഹത്വം ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് പോലല്ല. ഇതാ ഫറവോൻ വെട്ടിയ വഴിയിലൂടെ അവരെ ദൈവം കൊണ്ടുപോയില്ല, ചെങ്കടലിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. ഇതാ ഇസ്രായേൽ മക്കൾ മോശയോട് പറയുന്നു, എല്ലാം അടഞ്ഞു, എല്ലാം തീരാൻ പോവുകയാണ്, ഞങ്ങൾ മരിക്കാൻ പോവുകയാണ്. വാസ്തവമായും ദൈവം നടത്തുന്ന ജനമാണെങ്കിൽ, ദൈവം വിളിച്ച ജനമാണെങ്കിൽ ആ മരുഭൂമിയിൽ ചെല്ലുന്നതിന് മുമ്പേ വഴി തുറക്കണം, അല്ലെങ്കിൽ ഫറവോൻ വരുന്നതിന് മുമ്പേ വഴി തുറക്കണം. പക്ഷേ ദൈവത്തിൻ്റെ തക്ക സമയം എന്ന് പറയുന്നത് ഞാനും നിങ്ങൾ ചിന്തിക്കുന്ന പോലല്ല. ഞാൻ ആരോടൊക്കെ നോക്കി വിളിച്ചു പറയുന്നു, കുറ്റം പറയേണ്ടവർ പറഞ്ഞു തീരും, അല്ലെങ്കിൽ കളിയാക്കേണ്ടവർ കളിയാക്കി തീരും, ഭാരപ്പെടേണ്ടവർ, നിരാശപ്പെടേണ്ടവർ, വിരോധമായി സംസാരിക്കേണ്ടവരെല്ലാം പറഞ്ഞു തീരുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ സമയത്തിലേക്ക് വരികയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അസാധാരണമായ ഒരു ദൈവപ്രവൃത്തിയിലേക്ക് നിങ്ങൾ വരാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി തക്ക സമയം തുറക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ആ രാത്രിയിൽ ലോകം കാണാത്ത ഒരു വഴിയുമായി ഒരു കിഴക്കൻ കാറ്റിന്റെ ശക്തിയോടെ ഇസ്രായേൽ മക്കൾക്ക് ചെങ്കടൽ തുറക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവത്തിന്റെ തക്ക സമയം വെളിപ്പെടാൻ പോകുന്നു. ഒന്നുകൂടെ ഞാൻ ആഴം പറയാം. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ സ്നേഹിതനാണ് അബ്രഹാം. അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിന് എനിക്ക് യാഗം കഴിക്കണം. ഹല്ലേലൂയ. അബ്രഹാം തൻ്റെ ഭാര്യയായ സാറയോട് പോലും പറയാതെ അറിയാം, ദൈവത്തിന് വേണ്ടി യാഗം കഴിക്കാൻ തൻ്റെ മകനുമായി മോരിയ ദേശത്തിലേക്ക് കടന്നു പോവുകയാണ്. ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന അബ്രഹാമിന് വേണ്ടി ആ മോരിയ ദേശത്ത് ചെല്ലുമ്പോഴേ ദൈവം പ്രവർത്തിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ആ യാഗപീഠത്തിലേക്ക് കയറുമ്പോൾ, അല്ലെങ്കിൽ ആ മല കയറുമ്പോൾ ദൈവം പ്രവർത്തിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ആ യാഗപീഠത്തിൽ വിറക് അടുക്കുന്ന സമയത്ത് ദൈവം പ്രവർത്തിക്കേണ്ടതല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. പിന്നെ അബ്രഹാം കൈനീട്ടി തൻ്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. 11-ാമത്തെ വാക്യം. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ, അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. 12-ാമത്തെ വാക്യം. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുൾ ചെയ്തു. ദൈവത്തിൻ്റെ തക്ക സമയം എന്ന് പറയുന്നത് യാഗപീഠത്തിൽ വിറകടക്കുമ്പോഴോ, തൻ്റെ മകൻ്റെ കൈകാലുകൾ കൂട്ടിക്കെട്ടി ആ യാഗപീഠത്തിൽ കിടക്കുമ്പോഴോ ഒക്കെ പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് വേണ്ടി വഴി തുറക്കേണ്ടതാ. പക്ഷെ തക്ക സമയം എന്ന് പറയുന്നത് അബ്രഹാം തൻ്റെ മകനെ യാഗം കഴിക്കേണ്ടതിന് വേണ്ടി കത്തിയെടുത്ത് ഉയർത്തുമ്പോൾ ദൈവത്തിൻ്റെ തക്ക സമയമാകുകയാണ്. ഞാൻ ഈ മെസ്സേജിനകത്ത് ആഴമായി വിശ്വസിക്കുന്നത്, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുള്ള നിശ്ചയമാണ്. ഈ പരീക്ഷാഘട്ടത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദനയുടെ നടുവിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുമെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ തക്ക സമയം കണ്ടിരിക്കും. ആ തക്ക സമയം മുഴുവൻ പ്രമോഷനാണ്, ഉയർച്ചയാണ്. അബ്രഹാമിനെ ഉയർത്തിയ, ഇസ്രായേൽ മക്കളെ അവകാശത്തിലേക്ക് നടത്തിയ, ആ ചെങ്കടൽ തുറക്കുമ്പോൾ മുതൽ 430 വർഷം കരയിച്ച ഫറവോൻ ഇല്ല കേട്ടോ. ഇനി നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ തക്ക സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെങ്കിൽ ലാസറിനെ ഉയർപ്പിച്ചതോടെ ലാസർ ആ ദേശത്തിൽ ദൈവത്തിൻ്റെ സാക്ഷിയായി തീരുകയാണ്. ആ കുടുംബം ഒന്നുകൂടെ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പോകുകയാണ്. നിങ്ങളും ഈ ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പോകുന്നു. ദാനിയേലിന്റെ ജീവിതത്തിനകത്ത് സിംഹക്കുഴിയിൽ വെച്ച് ദൈവം മറുപടി പറഞ്ഞതോടെ ആ പട്ടണത്തിൽ ഇതുവരെയും വെളിപ്പെടാത്ത സാക്ഷിയായി ദാനിയേൽ മാറുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ തക്ക സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തിയിരിക്കും. നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ പ്രഭാതത്തിൽ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും തക്ക സമയം തുറക്കണമേ അപ്പാ. അത്ഭുത വഴികൾ തുറക്കണമേ. ഇതുവരെയും കാണാത്ത വലിയ ഉയർച്ചകൾ ഇവരുടെ ജീവിതത്തിൽ തുറക്കണമേ അപ്പാ. സ്വർഗം അത് ചെയ്യുന്നതിനായി നന്ദി. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ വലുത് പ്രതീക്ഷിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ,
നിങ്ങൾക്ക് ഈ പ്രഭാത സന്ദേശം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ മറ്റൊരാൾക്കും കൂടെ അയച്ചു കൊടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിയ കാര്യം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.